എല്ലാ കൂട്ടുകാർക്കും ഗണിത ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. 5ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ലേണിംഗ് എക്സലൻസ് റെക്കോർഡ് പഠന മികവ് രേഖയിലെ ആക്ടിവിറ്റി കാർഡ്സ് 27 മുതൽ 32 വരെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. ഇതുവരെ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടു നോക്കുമല്ലോ. ഇന്ന് നമുക്ക് പരപ്പിൻ്റെ അളവ് ഏരിയ എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യാം. വലുതേത്? സൗമ്യയുടെ വീട്ടിലെ ടൈൽസ് പാകിയ 2 മുറികൾ കണ്ടല്ലോ. ഏതാണ് വലിയ മുറി? സൗമ്യാസ് ഹൗസ്. വിച്ച് ഈസ് ബിഗർ? ഡിഡ് യു സീ 2 റൂംസ് ഇൻ സൗമ്യാസ് ഹൗസ് പേവ്ഡ് വിത്ത് ടൈൽ? വിച്ച് വൺ ഈസ് ബിഗർ? ഏതാണ് വലിയ മുറി? എങ്ങനെയാണത് മനസ്സിലാക്കുക? മുറിയിലെ ടൈലുകൾ എണ്ണി നോക്കുക. ആദ്യത്തെ മുറിയിൽ 36 ടൈലുകളും രണ്ടാമത്തെ മുറിയിൽ 35 ടൈലുകളും ആണുള്ളത്. അതിനാൽ ആദ്യത്തെ മുറിയാണ് വലുത്. ഹൗ ഡിഡ് യു ഫൈൻഡ് ഇറ്റ്? കൗണ്ട് ദ ടൈൽസ് ഇൻ ദ റൂം. ദ ഫസ്റ്റ് റൂം ഹാസ് 36 ടൈൽസ് ആൻഡ് ദ സെക്കൻഡ് റൂം ഹാസ് 35 ടൈൽസ്. സോ ദ ഫസ്റ്റ് റൂം ഈസ് ബിഗർ. സൗമ്യയുടെ വീട്ടുമുറ്റത്തിന് 10 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുണ്ട്. ദ ഫ്രണ്ട് യാർഡ് ഓഫ് സൗമ്യാസ് ഹൗസ് ഹാസ് 10 മീറ്റർ ലെങ്ത് ആൻഡ് 5 മീറ്റർ ബ്രെഡ്ത്ത്. മുറ്റത്തിൻ്റെ പരപ്പളവ് കണ്ടെത്താമോ? ഫൈൻഡ് ഔട്ട് ദ ഏരിയ ഓഫ് ദ ഫ്രണ്ട് യാർഡ്. ഏരിയ കണ്ടുപിടിക്കാൻ നീളത്തെ വീതി കൊണ്ട് ഗുണിച്ചാൽ മതി എന്ന് നമുക്കറിയാം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. എത്രയാണ് നീളം? 10 മീറ്റർ. വീതിയോ? 5 മീറ്റർ. അപ്പോൾ ഏരിയ അഥവാ പരപ്പളവ് 10 ഇൻറ്റു 5 50 ചതുരശ്ര മീറ്റർ. 50 സ്ക്വയർ മീറ്റർ. അടുത്ത പ്രവർത്തനം പരപ്പളവ്. ജോയലിൻ്റെ വീടിൻ്റെ പ്ലാനാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ ആകെ പരപ്പളവ് 90 ചതുരശ്ര മീറ്ററിൽ കുറവാണെങ്കിൽ പഞ്ചായത്ത് നികുതി ഇളവ് അനുവദിക്കും. ജോയലിന് നികുതി ഇളവ് ലഭിക്കുമോ? ചുവടെ നൽകിയ ജോയലിൻ്റെ വീടിൻ്റെ പ്ലാൻ പരിശോധിച്ച് കണ്ടെത്തും. ജോയലിൻ്റെ വീട്ടിലെ ഓരോ മുറിയുടെയും നീളവും വീതിയും ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ടുകാർ അത് ശ്രദ്ധിച്ചു നോക്കുമല്ലോ. The plan of Joel's house is given below. Joel can get tax concession from the Panchayat if the total area of his house is below 90 square meters. Will he get tax concession? See the plan of his house given below and find it out. ജോയലിൻ്റെ വീട്ടിലെ ഓരോ മുറിയുടെയും നീളവും വീതിയും ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് ഓരോ മുറിയുടെയും ഏരിയ അഥവാ പരപ്പളവ് എത്രയാണെന്ന് നോക്കാം. ഹാളിൻ്റെ പരപ്പളവ് 7 ഇൻറ്റു 5 35 ചതുരശ്ര മീറ്റർ. കിടപ്പുമുറിയുടെ പരപ്പളവ് 4 ഇൻറ്റു 3 12 ചതുരശ്ര മീറ്റർ. അടുക്കളയുടെ പരപ്പളവ് 4 ഇൻറ്റു 3 12 ചതുരശ്ര മീറ്റർ. ബാത്റൂമിൻ്റെ പരപ്പളവ് 1 ഇൻറ്റു 3 സമം 3 ചതുരശ്ര മീറ്റർ. വരാന്തയുടെ പരപ്പളവ് 4 ഇൻറ്റു 2 സമം 8 ചതുരശ്ര മീറ്റർ. വീടിൻ്റെ ആകെ പരപ്പളവ് ഇതെല്ലാം കൂടി കൂട്ടണം. അപ്പോൾ നമുക്ക് 70 ചതുരശ്ര മീറ്റർ എന്ന് കിട്ടും. ഇത് 90 ചതുരശ്ര മീറ്ററിലും താഴെയാണ് അല്ലേ? അപ്പോൾ ജോയലിന് നികുതി ഇളവിന് അർഹതയുണ്ടോ? യെസ്, ഉണ്ട്. ഏരിയ ഓഫ് ഹാൾ 7 ഇൻറ്റു 5 ഈക്വൽ ടു 35 സ്ക്വയർ മീറ്റർ. ഏരിയ ഓഫ് ദ ബെഡ്റൂം 4 ഇൻറ്റു 3 ഈക്വൽ ടു 12 സ്ക്വയർ മീറ്റർ. ഏരിയ ഓഫ് ദ കിച്ചൺ 4 ഇൻറ്റു 3 ഈക്വൽ ടു 12 സ്ക്വയർ മീറ്റർ. ഏരിയ ഓഫ് ദ ബാത്റൂം 1 ഇൻറ്റു 3 ഈക്വൽ ടു 3 സ്ക്വയർ മീറ്റർ. ഏരിയ ഓഫ് ദ വരാന്ത 4 ഇൻറ്റു 2 ഈക്വൽ ടു 8 സ്ക്വയർ മീറ്റർ. ടോട്ടൽ ഏരിയ 70 സ്ക്വയർ മീറ്റേഴ്സ്. വിൽ ഹി ഗെറ്റ് ടാക്സ് കൺസെഷൻ? യെസ്. അടുത്ത പ്രവർത്തനം ചുറ്റളവും പരപ്പളവും. ഷാജിയുടെ കൃഷിസ്ഥലം ചിത്രത്തിലേതുപോലെയാണ്. ഈ സ്ഥലത്തിൻ്റെ പരപ്പളവ് കണ്ടെത്തണം. ആദ്യം നമുക്കിതിനെ 2 ചതുരങ്ങളായി മാറ്റാം. ഏരിയ അഥവാ പരപ്പളവ് കണ്ടെത്താനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ മാറ്റുന്നത്. രണ്ടാമത്തെ ചിത്രം നോക്കൂ. ഒരു വലിയ ചതുരവും ചെറിയ ചതുരവുമായി കൃഷിസ്ഥലത്തെ ഭാഗിച്ചിരിക്കുന്നു അല്ലേ? മറ്റൊരു രീതിയിൽ ഇവിടെ വരച്ചു ചേർക്കുക. ഒരു വലിയ ചതുരവും ചെറിയ ചതുരവുമായി ഈ കൃഷിസ്ഥലത്തെ ഇവിടെ കാണിച്ചിരിക്കുന്ന രീതിയിലും ഭാഗിക്കാം അല്ലേ?
ഈ ചതുരങ്ങളുടെ പരപ്പളവ് കണ്ടെത്തി കൃഷിസ്ഥലത്തിൻ്റെ പരപ്പളവ് കണ്ടെത്തൂ. രണ്ട് ചതുരങ്ങളുടെയും പരപ്പളവ് കണ്ടെത്തി അവ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് കൃഷിസ്ഥലത്തിൻ്റെ പരപ്പളവ് കിട്ടും. നമ്മൾ ആദ്യം വരച്ച വലിയ ചതുരത്തിന് മഞ്ഞ നിറവും ചെറിയ ചതുരത്തിന് നീല നിറവും നൽകിയിരിക്കുന്നു. ചതുരത്തിൻ്റെ വശങ്ങളുടെ അളവുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണത് കണ്ടെത്തിയത്? നമുക്കറിയാം, ചതുരത്തിൻ്റെ എതിർവശങ്ങളുടെ നീളങ്ങൾ തുല്യമായിരിക്കും, അല്ലേ? ഇത് മനസ്സിൽ വെച്ച് കൃത്യമായി ചതുരത്തിൻ്റെ വശങ്ങളുടെ അളവുകൾ രേഖപ്പെടുത്തുമല്ലോ. ചിത്രം നന്നായി നോക്കി മനസ്സിലാക്കിയല്ലോ. വലിയ ചതുരത്തിൻ്റെ വശങ്ങളുടെ അളവുകൾ എത്രയാണ്? നീളം 30 മീറ്റർ, വീതി 15 മീറ്റർ. അപ്പോൾ വലിയ ചതുരത്തിൻ്റെ പരപ്പളവ് 30 × 15 = 450 ചതുരശ്ര മീറ്റർ. ചെറിയ ചതുരത്തിൻ്റെ വശങ്ങളുടെ അളവുകൾ നീളം 12 മീറ്റർ, വീതി 10 മീറ്റർ. ചെറിയ ചതുരത്തിൻ്റെ പരപ്പളവ് 12 × 10 = 120 ചതുരശ്ര മീറ്റർ. ഇവ രണ്ടും തമ്മിൽ കൂട്ടിയാൽ കൃഷിസ്ഥലത്തിൻ്റെ ആകെ പരപ്പളവ് കിട്ടും. 450 + 120 = 570 ചതുരശ്ര മീറ്റർ. Area and perimeter. Shaji's farmland has the shape as shown in this picture. Find the perimeter of this land. First, we can make two rectangles from it. പെരിമീറ്റർ അഥവാ ചുറ്റളവ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കാം. ഏരിയ കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിനായി ഒരു വലിയ ചതുരമായും ചെറിയ ചതുരമായും ഈ കൃഷിസ്ഥലത്തെ മുറിക്കാമെന്ന് നമ്മൾ നേരത്തെ കണ്ടു. Measurements of the sides of the big rectangle. Length 30 meter, width 15 meter. So, area of the big rectangle equal to 30 into 15 equal to 450 square meters. Measurements of the sides of the small rectangle. Length equal to 12 meter, width equal to 10 meter. So, area of the small rectangle equal to 12 into 10, that is equal to 120 square meters. So, area of the farmland equal to 450 plus 120 equal to 570 square meters. ഇനി നമുക്ക് ഈ കൃഷിസ്ഥലത്തിൻ്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ കണ്ടുപിടിക്കാം. ചുറ്റളവ് എന്നാൽ കൃഷിസ്ഥലത്തിൻ്റെ ചുറ്റുമുള്ള അളവാണ്. കൃഷിസ്ഥലത്തിന് ചുറ്റും ഒരു വേലി കെട്ടാൻ നമ്മൾ അളന്നെടുക്കുന്ന അളവാണ് ചുറ്റളവ്. എങ്ങനെയാണത് കണ്ടുപിടിക്കുക? കൃഷിസ്ഥലത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങളെല്ലാം കൂട്ടിയാൽ മതി, അല്ലേ? 30 + 15 + 20 + 12 + 10 + 12 + 15 = 114 മീറ്റർ. പെരിമീറ്റർ ഓഫ് ദ ഫാംലാൻഡ് 30 + 15 + 20 + 12 + 10 + 12 + 15 equal to 114 മീറ്റർ. അടുത്ത പ്രവർത്തനം. ഇതുപോലെ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന കൃഷിയിടത്തിൻ്റെ പരപ്പളവും ചുറ്റളവും കാണുക. സിമിലർലി, ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് ദ ഫാംലാൻഡ് ഗിവൺ ഇൻ ദിസ് പിക്ചർ. ആദ്യത്തെ ഉദാഹരണത്തിൽ നമ്മൾ ചെയ്തതുപോലെ ഈ ചിത്രത്തെയും നമുക്ക് 3 ചതുരങ്ങളായി ഭാഗിക്കാം. എന്നിട്ട് ഓരോ ചതുരങ്ങളുടെയും വശങ്ങളുടെ അളവുകൾ കൃത്യമായി നോക്കി രേഖപ്പെടുത്താം. നമുക്ക് ഓരോ ചതുരത്തിൻ്റെയും പരപ്പളവ് അഥവാ ഏരിയ കണ്ടുപിടിക്കാം. ചതുരം 1 നീളം 20 മീറ്റർ, വീതി 15 മീറ്റർ, ഏരിയ 20 × 15 = 300 ചതുരശ്ര മീറ്റർ. ചതുരം 2 നീളം 30, വീതി 30, ഏരിയ 30 × 30 = 900 ചതുരശ്ര മീറ്റർ. ചതുരം 3 നീളം 20 മീറ്റർ, വീതി 10 മീറ്റർ, ഏരിയ 20 × 10 = 200 ചതുരശ്ര മീറ്റർ. ആകെ ഈ കൃഷിസ്ഥലത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ഇതെല്ലാം കൂടി കൂട്ടണം, അല്ലേ? എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 1400 ചതുരശ്ര മീറ്റർ എന്ന് കിട്ടുന്നു. റെക്റ്റാങ്കിൾ 1 ഏരിയ 20 × 15 equal to 300 square meter. Rectangle 2 area
30 into 30 equal to 900 square meter. Rectangle 3, 20 into 10 equal to 200 square meter. Total area of the farmland equal to 1400 square meter. കൃഷിസ്ഥലത്തിൻ്റെ ചുറ്റുമുള്ള വശങ്ങളുടെ നീളങ്ങൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് ചുറ്റളവ് അഥവാ പെരിമീറ്റർ കിട്ടും. 50 പ്ലസ് 15 പ്ലസ് 20 പ്ലസ് 15 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 20 പ്ലസ് 40 സമം 180 മീറ്റർ. 180 മീറ്റർ ആണ് പെരിമീറ്റർ. അടുത്ത പ്രവർത്തനം, പേപ്പറിൻ്റെ പരപ്പളവ്. A4 വലിപ്പമുള്ള പേപ്പർ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ഒരു A4 പേപ്പർ എടുക്കുക, അതിൻ്റെ നീളവും വീതിയും അളന്നെഴുതുക. പേപ്പറിൻ്റെ പരപ്പളവും ചുറ്റളവും കണ്ടെത്തുക. ഒരു A4 പേപ്പറിൻ്റെ നീളം 29.7 സെൻറ്റിമീറ്ററും വീതി 21 സെൻറ്റിമീറ്ററുമാണ്. 29.7 എന്നതിന് പകരം നമുക്ക് 30 എന്നെഴുതാം. നീളം 30 സെൻറ്റിമീറ്റർ, വീതി 21 സെൻറ്റിമീറ്റർ. എങ്ങനെയാണ് പരപ്പളവ് കണ്ടുപിടിക്കുക? നീളം ഇൻറ്റു വീതി അല്ലേ? 30 ഇൻറ്റു 21, 630 ചതുരശ്ര സെൻറ്റിമീറ്റർ. ചുറ്റളവ് എത്രയാണ്? എല്ലാ വശങ്ങളുടെയും അളവുകൾ തമ്മിൽ കൂട്ടണം. 30 പ്ലസ് 21 പ്ലസ് 30 പ്ലസ് 21, 102 സെൻറ്റിമീറ്ററാണ് ഒരു A4 പേപ്പറിൻ്റെ ചുറ്റളവ്. ഏരിയ ഓഫ് ദ പേപ്പർ. You have seen A4 paper, haven't you? Take an A4 sheet of paper, measure and write its length and breadth. The length equal to 30 cm, breadth equal to 21 cm. Find out the area and perimeter of the paper. Area equal to length into breadth. That is equal to 30 into 21 equal to 630 square centimeter. Perimeter equal to 30 plus 21 plus 30 plus 21 equal to 102 centimeters. ഇനി ഈ പേപ്പറിനെ നീളവശത്തിലൂടെ 2 തുല്യ ഭാഗങ്ങളായി മടക്കുക. കീറി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഭാഗത്തിൻ്റെ പരപ്പളവ് കാണുക. ആദ്യത്തെയും ഇപ്പോഴത്തെയും പരപ്പളവുകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ചിത്രം നോക്കൂ. നീളവശത്തിലൂടെ തുല്യ ഭാഗങ്ങളായി മടക്കുമ്പോൾ നീളം പകുതിയാകുന്നു. ഇപ്പോഴത്തെ നീളം 30 നിന്ന് 15 സെൻറ്റിമീറ്ററായി കുറഞ്ഞു. വീതി 21 സെൻറ്റിമീറ്റർ തന്നെ. ഇനി നമുക്ക് ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കാം. നീളം സമം 15 സെൻറ്റിമീറ്റർ, വീതി സമം 21 സെൻറ്റിമീറ്റർ. പരപ്പളവ് സമം 15 ഇൻറ്റു 21, 315 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച പരപ്പളവിൻ്റെ പകുതിയാണ് അല്ലേ? ഇത് 630ൻ്റെ പകുതിയാണ്. പേപ്പറിൻ്റെ ചുറ്റളവ് എത്ര? 21 പ്ലസ് 15 പ്ലസ് 21 പ്ലസ് 15, 72 സെൻറ്റിമീറ്റർ. Fold the paper into 2 equal parts lengthwise. No need to cut it. Find out the area of one portion. What is the relationship between the first and present area? Area equal to 15 into 21 equal to 315 square centimeter. This is half of 630. What is the perimeter of the paper? 21 plus 15 plus 21 plus 15 equal to 72 centimeter. ഇനി പേപ്പറിനെ വീതിയിലൂടെ മടക്കി 2 തുല്യ ഭാഗങ്ങളാക്കുക. ഒന്നിൻ്റെ ചുറ്റളവ് കാണുക. ചിത്രം നോക്കൂ. പേപ്പറിൻ്റെ വീതി ഇപ്പോൾ 21 സെൻറ്റിമീറ്റർ ആണ്. വീതിയിലൂടെ മടക്കുമ്പോൾ വീതി പകുതിയായി മാറുന്നു. എത്രയാണ് 21ൻ്റെ പകുതി? 10.5 അല്ലേ? നീളം 30 തന്നെ നിലനിൽക്കുന്നു. ചുറ്റളവ് കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ചുറ്റളവ് കാണുക? 30 പ്ലസ് 10.5 പ്ലസ് 30 പ്ലസ് 10.5 സമം 81 സെൻറ്റിമീറ്റർ. Fold the paper breadthwise into 2 equal portions. Find the perimeter of one portion. 30 plus 10.5 plus 30 plus 10.5 equal to 81 centimeter.
ആദ്യത്തെയും ഇപ്പോഴത്തെയും ചുറ്റളവുകൾ തമ്മിലുള്ള ബന്ധമെന്ത്? നീളത്തിലൂടെ മടക്കിയ ഭാഗത്തിനാണോ വീതിയിലൂടെ മടക്കിയ ഭാഗത്തിനാണോ ചുറ്റളവ് കൂടുതൽ? എന്തുകൊണ്ടെന്ന് വിശദീകരിക്കുക. ആദ്യം നീളത്തിലൂടെ മടക്കിയപ്പോൾ കിട്ടിയ ചുറ്റളവിനേക്കാൾ കൂടുതലാണ് രണ്ടാമത് വീതിയിലൂടെ മടക്കിയപ്പോൾ കിട്ടിയ ചുറ്റളവ്, അല്ലേ? ഇനി ഇത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. A4 പേപ്പറിൻ്റെ നീളം വീതിയേക്കാൾ കൂടുതലാണ്. നീളം 30 സെൻറ്റിമീറ്ററും വീതി 21 സെൻറ്റിമീറ്ററുമാണ്. നീളത്തിലൂടെ മടക്കുമ്പോൾ നീളം പകുതിയാകുന്നു. അതായത് 30 സെൻറ്റിമീറ്റർ എന്നത് 15 സെൻറ്റിമീറ്റർ ആകുന്നു. അതിനാൽ ചുറ്റളവ് കുറയുന്നു. വീതിയിലൂടെ മടക്കുമ്പോൾ വീതി പകുതിയാകുന്നു. 21 എന്നത് 10.5 എങ്കിലും നീളത്തിൻ്റെ അളവ് കൂടുതലാണ്. ആയതിനാൽ ചുറ്റളവ് കൂടുന്നു. What is the relationship between the perimeters of the first and present ones? Which perimeter is greater? Lengthwise folded part or breadthwise folded part? Explain the reason. The perimeter obtained by folding breadthwise is greater than the perimeter obtained by folding lengthwise. Length is greater than breadth. When folded lengthwise, the length is decreased by half. So, the perimeter is decreased. When folded breadthwise, the breadth is decreased to half, but the length increases. So, the perimeter increases. ഭാഗം വയ്ക്കൽ. അസ്കറിന് സമചതുരാകൃതിയിലുള്ള ഒരു പുരയിടമുണ്ട്. അതിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ 4 വീടുകളും മധ്യത്തിലായി ഒരു കിണറുമുണ്ട്. 4 മക്കൾക്കും തുല്യമായി ഒരേ ആകൃതിയിൽ വീതിച്ചു നൽകണം. മറ്റൊരാളുടെ സ്ഥലത്ത് പ്രവേശിക്കാതെ കിണറിൽ നിന്നും വെള്ളമെടുക്കാനുള്ള സൗകര്യം ഉണ്ടാകണം. എങ്ങനെ വീതിക്കും? അസ്കർ ഹാസ് എ സ്ക്വയർ പ്ലോട്ട്. ഇറ്റ് ഹാസ് 4 houses and a well in the middle of the plot as shown in the picture. He wants to divide his plot equally among his 4 children. How can they use the well water without entering into others' plot? ഇതാണ് പ്ലോട്ട്. 4 പേർക്കും തുല്യ അളവിൽ ഇത് ഭാഗം വയ്ക്കണം. ഓരോരുത്തർക്കും മറ്റൊരാളുടെ പുരയിടത്തിൽ കയറാതെ കിണറിലേക്ക് എത്താൻ സാധിക്കുകയും വേണം. എങ്ങനെ ഭാഗിക്കും? ചിത്രം നോക്കൂ. 4 പേർക്കും തുല്യ അളവിൽ L ആകൃതിയിൽ പ്ലോട്ട് മുറിച്ചു നൽകിയിരിക്കുന്നു. ഓരോരുത്തർക്കും മറ്റൊരാളുടെ പുരയിടത്തിൽ കയറാതെ തന്നെ കിണറിലേക്ക് എത്താനുള്ള സൗകര്യവുമുണ്ട്. 5ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ആക്ടിവിറ്റി കാർഡ്സ് 27 മുതൽ 32 വരെ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായല്ലോ. മാത്തമാറ്റിക്സ് പഠന മികവ് രേഖ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.